അഭിനന്ദ ഫ്രാൻസിസ് തിരുമേനിയുടെ ചുമതലയിലുള്ള കൊല്ലം കൊട്ടാരക്കര മഹാദേവിയുടെ ഓഫീസേഴ്സുകളും അത് വന്നിട്ടുണ്ട്. എൻ്റെ സഹപാഠിയായിരിക്കുന്ന വൈദ്യ സെക്രട്ടറി ജോസ് ജോർജ് അച്ഛൻ, അതുപോലെ തന്നെ ഡേവിഡ് ഹാവലച്ചൻ, ആൽബിൻ അച്ഛൻ, ഹാവലച്ചൻ നമ്മുടെ പത്തെടുക്കാനായിട്ടാണ്. അതുപോലെ രജിസ്ട്രാർ ദിവ്യ എം ജോസ് ഇവിടെ വന്നിട്ടുണ്ട്. ലേ സെക്രട്ടറി സാർ വന്നിട്ടുണ്ട്. എല്ലാവരെയും ബിഷപ്പ് സെക്രട്ടറി ആൽബിൻ അച്ഛൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരെയും കൊല്ലം മഹാദേവിൽ വന്നിരിക്കുന്നതായ എല്ലാ വൈദ്യശ്രീയും വിശ്വാസമൊക്കെ വളരെ വിനയത്തോടുകൂടെ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ജോസ് ചാർജൻ ഇപ്പോൾ നിശ്ചയം അറിയിക്കുന്നു. CSI ഈസ്റ്റ് കേരള മഹാരാജ ബിഷപ്പും CSI കൊല്ലം കൊട്ടാരക്കര മഹാരാജ ബിഷപ്പും ചാർജുമായിരിക്കുന്ന VS ഫ്രാൻസിസ് തിരുമേനി, ഏറ്റവും സ്നേഹവുമായുള്ള KG ഡാനിയൽ തിരുമേനി, ബിഷപ്പുമാർ, CSI ഈസ്റ്റ് കേരള മഹാരാജയുടെ ഉദ്യോഗ ഭാരവാഹികൾ, കൊല്ലം കൊട്ടാരക്കര മഹാരാജയുടെ ഉദ്യോഗ ഭാരവാഹികൾ, ഏറ്റവും സ്നേഹവുമായുള്ള വൈദികർ, കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട ഈ പ്രിയ മാതാവിൻ്റെ വേർപാടിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ കർത്താവിനെ ഈ നാളുകളിൽ കൊല്ലം കൊട്ടാരക്കര മഹാലോകമായ ആത്മീയമായ നേതൃത്വം നൽകി ഞങ്ങളെ നയിക്കുന്ന അഭിമന്യ തിരുമേനിയുമായുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കടന്നു വരുവാൻ ഇടയായത്. അതിലുപരി കൊല്ലം കൊട്ടാരക്കര മഹായിടവകയും ഈസ്റ്റ് കേരള മഹായിടവകയും കഴിഞ്ഞ കാലങ്ങളിലും ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുവാനുള്ള വിവിധ മുഖാന്തരങ്ങളുണ്ട്. അതിലുപരി കൊല്ലം കൊട്ടാരക്കര മഹായിടവ രൂപവത്കൃതം പ്രാപിക്കുന്നതിൽ ഈസ്റ്റ് കേരള മഹായിടവയിലെ ബിഷപ്പന്മാർ, ഏറ്റവും സേവനമുള്ള KG ഡാനിയൽ തിരുമേനി, അതുപോലെ മുൻ തിരുമേനിമാരും ഞങ്ങൾക്ക് നൽകിയ സഹായമൊക്കെ ഞങ്ങൾ ഈ സമയം ഓർത്തുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. പ്രിയ മാതാവിൻ്റെ വേർപാട് ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, മരണം ദൈവഹിതവും പ്രകൃതിയുടെ നിയമവുമാണ്. നമ്മളെല്ലാവരും ഈ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടവരും അതിലൂടെ കടന്നു പോകേണ്ടവരുമാണ്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുടെ അനുഭവമുണ്ട്. ഞാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവാകുന്നത് ഓഫീസേഴ്സ് ചേർന്ന് സമർപ്പിക്കുന്നു. ദൈവനാമത്തിന് മാത്രമുള്ള അഭിനന്ദ ഫ്രാൻസിസ് തിരുമേനി, KG ഡാനിയൽ തിരുമേനി, വൈദിക സാക്ഷിയെ, ഞങ്ങളുടെ പ്രിയ അമ്മി ഞങ്ങൾ പോയി. അധികം അതൊന്നും ഹോസ്പിറ്റലൊന്നും കിടന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. ശനിയാഴ്ച രാവിലെ ഞങ്ങളെ പിരിഞ്ഞുപോയി. ഞങ്ങൾ 2 മക്കളാണ്. ഞങ്ങൾക്ക് ചേച്ചി ലിഷ, ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് വളർത്തുന്നതാണ്. ഞാൻ അടുത്തുനിന്നും എനിക്ക് ചേട്ടൻ 2 കുട്ടികൾ, എനിക്കൊരു കുട്ടികൾ. പപ്പ ഞങ്ങളുടെ ഫാമിലി ഇതാണ്. ഒരു അഭിനന്ദ ഫ്രാൻസിസ് തിരുമേനിയുടെ സഹോദരി കൂടിയാണ് മമ്മി. അവർ 4 പേരാണ്. അഭിനന്ദ തിരുമേനി, ബേബിച്ചാച്ചൻ, ജോഡിയാനി, മമ്മി. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഇന്നലെ ആശുപത്രിയിലായിരുന്നത് ഞങ്ങളുടെ ആശ്വാസ വാക്കുകളൊക്കെ പറയാനായിട്ട് ഒത്തിരി ആൾക്കാർ കടന്നു വന്നു. കൂടാതെ ഓഫീസിൽ നിന്നായി ഞാൻ മറക്കുന്ന തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് സഹപ്രവർത്തകർ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെയും ചേച്ചിയുടെയും സഹപ്രവർത്തകരെല്ലാം കടന്നു വന്നു. ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് മഹാരാജയിൽ നിന്നും ധാരാളം ഓഫീസേഴ്സ് എല്ലാം, അച്ഛന്മാർ, വൈദ്യ സെക്ഷൻ എല്ലാം കടന്നു വന്നു. ഞങ്ങൾക്ക് ആശ്വാസ വചനങ്ങളൊക്കെ പകർന്നു തന്നു.
അതൊരു ചെറിയ പരീക്ഷ ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ട് വരുന്നു. പക്ഷേ പെട്ടെന്ന് സ്ഥിതി വഷളായി. അങ്ങനെയാണ് മമ്മി മരണപ്പെട്ടു. ഇവിടെ കേട്ട നല്ല വാക്കുകൾക്കെല്ലാം ഞാൻ കേട്ടു. ഇനി ആ സ്നേഹവും കരുതൽ കിട്ടുകയില്ല നോക്കുമ്പോൾ സങ്കടം. ഇന്നലെ ബോഡി മനസ്സിൽ കൊണ്ടുപോയിട്ട് ധാരാളം ആളുകൾ വന്ന് ഞങ്ങൾ ആശ്വാസവാക്കുകൾ പറയുകയും കൂടാതെ മമ്മിക്ക് ഇത്രയും അധികം മമ്മിയെ ഞങ്ങൾ താമസിക്കുന്ന കട്ടിങ്ങിലാണ്. കട്ടിങ്ങിന് ശേഷമായിട്ട് ഒത്തിരി ആളുകൾ ഭവനത്തിൽ കടന്നു വന്നു. നാനാം വിഭാഗത്തിൽ നിന്നും ബഹുമാനപ്പെട്ട തിരുമേനയായിട്ടുള്ള ബന്ധത്തിലും അനേകം ആളുകൾ ഞങ്ങളുടെ ഭവനത്തിലെ ഞങ്ങളുടെ ആശ്വാസ വാക്കുകളുമായിട്ട് കടന്നു വന്നു. കൂടാതെ ഇന്നലെ വൈകുന്നേരം തൊട്ട് 4 മണിക്കാണ് മമ്മിയുടെ ബോഡി ഭവനത്തിലെത്തിച്ചത്. ആ സമയം തൊട്ട് വെളുപ്പിനെ വരെ ഗാനം ആലോചിച്ച് എല്ലാവരോടുള്ള നന്ദി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അറിയിക്കുന്നു. കൂടാതെ അർദ്ധരാത്രി പോലും കൺവെൻഷന് ശേഷം ധാരാളം വൈദികർ, ഓഫീസർമാരെല്ലാം കടന്നു വന്നു. എല്ലാവരോടുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് ഇവിടെ റീത്തുകൾ ഞങ്ങളെ അനുശോചനങ്ങൾ അറിയിച്ച എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കുടുംബത്തെ ഓർക്കണമേ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയും. ഞങ്ങളുടെ ഇടവപ്പെട്ട ജോത്സ്യൻ ആദ്യം ഹോസ്പിറ്റലൈസ് ആയിരുന്ന സമയത്ത് തൊട്ട് നിരന്തരം അവിടെ വരികയും ഹോസ്പിറ്റലിൽ വരികയും ആശ്വാസവാക്കുകളും ഇവിടുത്തെ കമ്മിറ്റികൾ ഉൾപ്പെടെ എല്ലാവരും കടന്നു വന്നു. സഭാചാരങ്ങൾ ഒത്തിരി എല്ലാവരോടുള്ള നന്ദി അർപ്പിക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് കോന്നിയുടെ പേരിലുള്ള പുഷ്പയാത്ര പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ശിവാണി കുടുംബത്തിന് പേരിലുള്ള അനുശോചനം പ്രതിഷ്ഠാന്റെ പേരിൽ കുർബാനകളെ അറിയിക്കുന്നു. ഒരു ആശ്വാസഗാനത്തിന്റെ ഒരു ചരണം ആലപിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അഭിനന്ദനായിരിക്കുന്ന തിരുവനന്തപുരത്ത് അനുശോചനവും ആശ്വാസവചനവും പറയുവാനായിട്ടുള്ള സമയമാകുന്നുണ്ട്. ചേച്ചിയുടെ നിര്യാണത്തിൽ നമ്മളെ ആശ്വസിപ്പിച്ച എല്ലാവരോടുമുള്ള നന്ദി, സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഏതെങ്കിലും പ്രസ്ഥാനത്തിലെ ആളോ അങ്ങനെ വലിയ അറിയപ്പെടുന്ന ഒരു ആളോ ആയിരുന്നില്ല ഞങ്ങളെ ചേച്ചിയുടെ ആ ചെറിയ ഒരു ലോകം എന്ന് നമ്മൾ ചിന്തിക്കുന്ന കട്ടിങ് പ്രദേശം ചേർച്ചോട് സ്ഥലയും ചേർച്ചോട് കട്ടിങ് അവിടെയുള്ള എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാം. ചേച്ചിക്ക് കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിലുപരിയായി
ചേച്ചി എല്ലാവരും മനസ്സിലാക്കി ചേച്ചിയോട് ഇടപെട്ടിരുന്നു. അത് വളരെ സന്തോഷമുണ്ട്. ദൈവത്താൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. അതുപോലെ തന്നെ ചേച്ചിയുടെ കുടുംബവും വളരെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ വളരെ ദൈവത്തിന് നന്ദി കരയുക. ചേച്ചി സുഖമില്ലാതിരുന്ന സമയത്തൊക്കെയും വളരെയധികം പ്രാർത്ഥന എല്ലാ ആളുകളെയും പ്രാർത്ഥന കിട്ടും. ചേച്ചി ഇത്രയും വേഗത്തിൽ നയിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഇടയ്ക്ക് ഡാലിയെ വിളിച്ചപ്പോൾ ഡാലി പറഞ്ഞു ചേച്ചി സുഖമില്ലാതെ ആശുപത്രിയിലാണ്, ഐസിയിലാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സീരിയസ് ആണ്, എന്നാ അസുഖം തോന്നിട്ട് പറയാം. ഇത്രയും വലിയ കടന്നു പോകും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ദൈവം ആ സമയം നിശ്ചയിച്ചിരുന്നു. ചേച്ചി ഞങ്ങളെ മധ്യത്തിൽ നിന്ന് എടുത്തു. പ്രിയളെയും ചോദിച്ചാൽ എങ്ങനെയായിരുന്നു തൊട്ട് മുമ്പുള്ള കാര്യം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. ചുറ്റുപാടുള്ള വീടുകളൊക്കെ ഇടയ്ക്കൊക്കെ പോവുകയും സന്ദർശിക്കുകയും വിശേഷ അവസരങ്ങളിൽ പ്രത്യേകിച്ച് 1-ാം തീയതിയിൽ അപ്പമൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു രീതി ഉണ്ടായി. കഴിഞ്ഞ 1-ാം തീയതി ഞാൻ വീട്ടിൽ പറയുകയുണ്ടായി, ചേച്ചി അപ്പം ചുടുന്ന ഞങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. കുടി വന്നതുപോലെ പിതാവ് അവരൊക്കെ വളരെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. ഈ കുടുംബത്തിൻ്റെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെയധികം കണ്ണീരോടെ കണ്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ അനുഗ്രഹം ആ ഭവനത്തിന് കിട്ടി. 2 മക്കളെ ദൈവം നൽകി. അവരെല്ലാം കുടുംബത്തിലായി അവർക്കെല്ലാവർക്കും ജോലി ദൈവം നൽകി. അവർക്കും മക്കളെ ദൈവം നൽകി. നിങ്ങളുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അവസരം. നിങ്ങളെ അമ്മയുടെ അമ്മച്ചിയുടെ പ്രവർത്തന ഭാഗത്ത് വേറെ പ്രാർത്ഥിക്കുന്ന കുടുംബം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരിക്കലും കുടുംബാംഗങ്ങൾ വളരെ പുറമെ എങ്ങനെ അറിയിക്കില്ല. പക്ഷെ അവരുടെ രീതിയിൽ വേറെയാണ്. എനിക്കൊരു കുടുംബാംഗങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന കുടുംബാംഗങ്ങളാണ്. അതൊക്കെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ ലഭിച്ച് അത് സാക്ഷ്യം പറയാൻ സമയത്ത് പറയാം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന് പറയാൻ കാരണം അതാണ്. ഇവിടെ ആരെല്ലാം ശുശ്രൂഷയ്ക്ക് വന്നിരുന്നവരെല്ലാം നിങ്ങളുടെ കുടുംബം വളരെ ബന്ധപ്പെട്ടിരുന്നു, വളരെ സ്നേഹിച്ചതിനെ ശുശ്രൂഷകർ മാത്രമല്ല സഭ ഒന്നടങ്കം ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെയും സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഓരോ വിശേഷ അവസരങ്ങളിലും ദുഃഖാവസരങ്ങളിലും സഭ ഒന്നടങ്കം ഞങ്ങളുടെ കൂടെ നിന്നു. സഭ മാത്രമല്ല, ചേർത്തുള്ള ദേശം മുഴുവനും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കട്ടിങ്ങ ദേശം മുഴുവനും സഭാ വ്യത്യാസങ്ങൾ കൂടാതെ യാതൊരു വ്യത്യാസം കൂടാതെ എല്ലാവരും ഞങ്ങളെല്ലാം സന്തോഷത്തോടെയും ദുഃഖങ്ങളിലും പങ്കെടുക്കുന്നതോടൊപ്പം കട്ടിങ്ങും മൊത്തമായിട്ട് ഒറ്റ കുടുംബം പോലെ കാണാനായിട്ട് സാധിക്കും. അത് തന്നെ സമയത്ത് ഓർക്കുന്നു. അപ്പോൾ ഇന്ന് തിരുമേനി കട്ടിങ്ങൾ അടുത്ത് ഞങ്ങൾ ഒരുമിച്ച് അടുത്ത ഭവനങ്ങൾ താമസിക്കാനിടയായി ഞാൻ ഓർക്കുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നതും ഞാൻ മറക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുമേനി കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ വന്നു തിരക്കാണ്, പ്രോഗ്രാം ഉണ്ട്. വീട്ടിൽ തിരുമേനി കൊച്ചുമീൻ വന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർ വന്നു, മുൻവികാരി അച്ഛന്മാർ വന്നു, ഇപ്പോൾ വികാരി അച്ഛൻ വന്നു, കമ്മിറ്റി സഭ ഭരണസമിതി അംഗങ്ങൾ വന്നു. അവരെല്ലാം ആശുപത്രികളിലും ഭവനത്തിലും ഇവിടെയൊക്കെ ആയിട്ട് ഞങ്ങളെ ആശ്വസിക്കുവാൻ ധൈര്യപ്പെടുത്താൻ കൂടെ ഉണ്ടാകും. ബന്ധുത്രാദികൾ പ്രിയപ്പെട്ടവർ, ഞങ്ങളെല്ലാ കുടുംബം ബന്ധങ്ങളിലുള്ളവരെ ബന്ധുത്രാദികൾ സ്വന്തക്കാർ എല്ലാവരും വന്നിട്ടുണ്ട്. കുടുംബയോഗങ്ങൾ, കരിതട്ടി കുടുംബയോഗവും വൈകാരികൾ കുടുംബാടകവും മറ്റ് വെള്ളപ്പെട്ട കുടുംബയോഗവും അതുപോലെ തന്നെ കുടുംബയോഗം എല്ലാവരും ഇവിടെയുണ്ട്. എല്ലാവരെയും ഞാൻ മുന്നോട്ട് ചെന്നപ്പോൾ .
ഞാനിപ്പോൾ സെൻട്രൽ ചെയ്യുന്ന ഈ അഡീഷണൽ സെൻട്രൽ ചെയ്യുന്ന കൊല്ലക്കാർക്ക് മഹാരാജ അത്രയും ബഹുമാനായ ഡയസ് ഓഫീസേഴ്സ് ഞങ്ങളുള്ള സെക്രട്ടറി ജോർജ് സ്കൂളിലെ കോപ്പറേറ്റ് മാനേജർ പ്രവർത്തിക്കുന്ന രേഖാവച്ചനും ഈ ദിവസം വരെ അച്ഛൻ വിശ്വസ് കമ്മിറ്റിയായിട്ടും കൂടെ പ്രവർത്തിച്ചു. ഞങ്ങളുടെ വിശ്വസ് സെക്രട്ടറി അച്ഛനും സെക്രട്ടറി ദയൻ സാർ, രജിസ്ട്രാർ ദിവ്യ ജോസ്, ഷാജി സാർ, അതുപോലെ സുഹൃത്തുക്കളൊക്കെയും വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അവരെ അറിഞ്ഞു വന്നതാണ്. ഞാൻ അവരിടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറയുണ്ടായി ബാക്കി കാര്യങ്ങൾ അവർ അറിഞ്ഞു വന്നു. സമയമില്ലാത്ത സമയത്ത് അവർ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നതിന് കൃത്യമായിട്ടുള്ള ഡയസിനെ ഓർക്കുന്നു, പോലീസിനെ ഓർക്കുന്നു. നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല എങ്കിലും അവരെല്ലാവർക്കും വരുവാനിടയായിരുന്നു. ഇവരുടെ ബോബിയുടെയും ബിബിയുടെയും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ, അവരുടെ ഭാര്യമാരുടെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർ, സഹപ്രവർത്തകർ, വേലു ജോസഫ്, അതോടൊപ്പം തന്നെ അവരുടെ കളിക്കൂട്ടുകാർ, അവരുടെ പങ്കുകളിക്കാർ, അങ്ങനെയുള്ള എല്ലാ സുഹൃത്തുക്കളൊപ്പം ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ കുടുംബങ്ങളും പ്രത്യേകിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ രാത്രി അസുഖമായ രാത്രിയിലാണ് വേഗത്തിൽ കളിയും അവരുടെ അടുത്ത് പോയി വൈദ്യനെ വിളിച്ചു, വൈദ്യു ബാക്കിയുള്ളവരെ വിളിച്ചു. രാത്രി വന്നു. ഏതാണ്ട് 1.5 മണിക്കൂറിനപ്പുറം ഇവിടുത്തെ ആശുപത്രി കഴിഞ്ഞിട്ട് മുതലോട്ട് പോയി. പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ദൈവം ദാസിയെ പള്ളിയിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു. കൃത്യസമയത്ത് എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ സമയം റെഡിയാണ്. കഴിഞ്ഞ ഞായറാഴ്ച പ്രകാരം സംഭവിച്ചതെന്ന് പറയുകയാണ്. അടുത്തുള്ള വീട്ടിലൊക്കെ അവർ പോയിരുന്നു എന്ന് പറഞ്ഞു. കുറച്ച് നേരം വർത്താനം ഇരുന്നായിരുന്നു. ഞങ്ങളുടെ വീട് തറവാടും ഇവരുടെ താമസിക്കുന്ന വീടിൻ്റെ ഇടയ്ക്കുള്ള വഴികളൊക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടിരുന്നു, വീട് അടിച്ചു വൃത്തിയാക്കിയിട്ടിരുന്നു എന്നൊക്കെ പറയുന്നു. എല്ലാം അവർ വളരെ തീവ്രമായി ചെയ്തു തീർക്കുന്ന പോലെ ചെയ്തു തീർത്തതിന് ശേഷം യാത്രയായി പോയി. അവരോട് പ്രത്യേകിച്ചൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ചില സ്വഭാവങ്ങളും കാര്യങ്ങളെല്ലാം ലാലികമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സമയത്തോളം അങ്ങനെ നല്ലൊരു അവരുമായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ഞങ്ങൾ എല്ലാവരെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളാണ് ചേച്ചിയായിരുന്നു. ഒരുപാട് കൊച്ചമ്മമാരോട് അവരെല്ലാം അങ്ങനെയുള്ള ബന്ധത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അവാർഡ് അല്പമില്ലാത്ത മനസ്സിൽ ആളുകൊണ്ടായിരിക്കും ഞങ്ങൾ ദൈവത്തെ സ്ഥാനപ്പെടുകയും ആശ്രയിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സഭയിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും ദേശക്കാരിൽ നിന്നും ലഭിച്ച എല്ലാവിധമായ ആശ്വാസത്തിനും വന്ന് ആശ്വസിച്ചതിനും പ്രത്യേകിച്ച് നന്ദി പറയാം. ഇന്നലെ മധുശ്വരൻ നല്ല ചെന്നലെ വിളിച്ചിരുന്നു. ഇന്ന് ജലവിഭവശേഷി മന്ത്രി ഞങ്ങളുടെ റോഷി സാർ ഭവനത്തിൽ വന്നിരുന്നു. BJPയുടെ ലോക്കൽ നേതാക്കന്മാർ വന്നിരുന്നു. ഇടുക്കിയിലെ വന്നിരുന്നു. മറ്റ് വിവിധ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ രാഷ്ട്രീയക്കാർ, വിവിധ പഞ്ചായത്തുകാർ എല്ലാവരും വന്നിരുന്നു. പ്രിയപ്പെട്ട ചേച്ചി ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മുടെ മാസിൻ്റെ നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർ, മറ്റ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നത് എല്ലാവരുടെയും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി സ്നേഹവും അറിയിക്കും. എൻ്റെ ഓഫീസേഴ്സ് സ്നേഹമുള്ള ആപ്ലിക്കേഷനും എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ജയകുമാർ സാറും അവർക്കെയും ഉണ്ട്. സാറും അവരുടെ ഇടയ്ക്ക് വന്നിട്ട് പോയി കൺവെൻഷൻ നടത്തിയ ആളുകൾ, അതുകൊണ്ട് അവർക്കും അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ അവർ വന്നിട്ട് പോയി. ഇന്നലെ പോയ ആളുകളിൽ കൂടെ ഉണ്ട്. അവരോട് ഞാൻ നന്ദി സമയത്ത് അറിയാം. എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. വളരെ തിരക്കിനിടയിൽ ഞങ്ങളുടെ അഭിനയ ധനത്തിനും കെട്ടിക്കൊച്ചുമിക്കും നിങ്ങളുടെ നന്ദി സമയത്ത് അറിയിക്കുന്ന എല്ലാവർക്കും നന്ദി സ്നേഹം അറിയിക്കും. ഞങ്ങളുടെ അയൽക്കാരെ പ്രിയപ്പെട്ട സാർ ഉൾപ്പെടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവരെല്ലാം ഓർക്കുന്നു, സുഹൃത്തുക്കളെ ഓർക്കുന്നു. ഞങ്ങൾ ഈ ബന്ധമെന്ന് പറയുന്നത് ജലച്ചൂട് വരുന്നതിന് മുമ്പ് തന്നെ പ്ലമാവിൽ കരിമണിയിൽ വേനാട്ട് താമസിക്കുന്ന സമയത്ത് അവിടെ അടുത്തുണ്ടായിരുന്ന ആൾക്കാർ ഭൂരിപക്ഷം ആൾക്കാർ ഇവിടെയും അടുത്തുണ്ട്. അതാണ് അതിന് വേറെ വളരെ പ്രത്യേകത. അതുകൊണ്ട് വളരെ വലിയൊരു ബന്ധമാണ് ഈ ദേശവുമായിട്ട് ഞങ്ങൾക്കുള്ളത്.
അവരെല്ലാവരും വന്നിരുന്നു. അവർക്കെല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി ദൈവങ്ങളെ ചെയ്യുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാവട്ടെ. അത്രയും സ്നേഹവും ബഹുമാനമുള്ള ഫ്രാൻസിസ് തിരുമേനിയെ കൊച്ചുമ്മ, മഹാടുവ ഭാരവാഹികളെ, കൊല്ലം കൊട്ടാരക്കര മഹാരുടെ ഭാരവാഹികളെ, വൈദിക ശ്രേഷ്ഠരെ, വിദേശിമാരെ, സഭാശുശ്രൂഷകരെ, ദൈവജനമേ, നിങ്ങളോടെല്ലാവരും ചേർന്ന് എൻ്റെ ഈ കുടുംബത്തിൻ്റെയുമായ അനുശോചനം ആദ്യമേ ഞാൻ അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞപ്പോൾ നാം വിട്ടുപോയ ഒരു കാര്യമുണ്ട്. സാധാരണ ഇവിടെ ചേരച്ചോട്ടിൽ മോനിച്ചനെ ആരും മോനിച്ചമ്മാൻ അറിയാനാണ്. അത് ആലീസിനെ ദേശത്തിൻ്റെ സഹോദരിയായിട്ടാണ് എല്ലാവരും കണ്ടത്. ഈ കുടുംബമായിട്ട് പ്രത്യേകിച്ച് വൈകാനിക കുടുംബവും പ്രത്യേകിച്ച് മോനിച്ചനുമായിട്ടുള്ള ബന്ധം അനേക വർഷങ്ങൾക്ക് മുൻപുള്ള ബന്ധമാണ്. വേങ്ങപ്പാറ കുടുംബത്തെ ഞാൻ 80-ൽ പരിചയപ്പെട്ടു. അതിനുശേഷം പ്രത്യേകിച്ച് മൂത്ത സഹോദരൻ ബേബിയും ആയിട്ട് ബന്ധത്തിൽ ഈ വേങ്ങപ്പാറ കുടുംബത്തെയും കൂടെ പരിചയപ്പെട്ടു. എന്നാൽ അത് ദൃഢമാക്കിയത് മറ്റു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തിരുമേനിയെ ഓർപ്പിച്ചതുപോലെ ഇവരെ അയൽവാസിയായി കട്ടിങ്ങിൽ ഞാൻ 2 വർഷം താമസിച്ചു, ഹോസ്പിറ്റലിൽ ആരംഭിക്കാൻ. അതിനുശേഷം അനേക നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ മോളെ ഒരു മൂത്ത മകൻ വിവാഹം ചെയ്തു. അങ്ങനെ ഈ കുടുംബമായിട്ട് ഒരു ബന്ധവും ദൃഢമാക്കുകയാണ് ചെയ്തത്. ഈ ഒരു അവസരത്തിൽ ആലീസിൻ്റെ വേർപാടിൽ ഞങ്ങൾക്കും കുടുംബത്തിനുള്ള എല്ലാ ദുഃഖവും അനുശോചനവും ഞാൻ ഈ സമയത്ത് അറിയിക്കും. ഇപ്രകാരം വേദനയുടെയും മരണത്തിൻ്റെയും മധ്യത്തിൽ എന്താണ് നമുക്ക് ആശ്വാസം ലഭ്യമാകുന്നത്? ഒരു വാക്യം ഞാൻ വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 40-ാം വാക്യം. മരിക്കുമ്പോഴാണ് യേശു വരുന്നു എന്നുള്ള വാർത്ത കേട്ടത്. മാർത്ത ആരോടും പറയാതെ ഓടിച്ചെന്ന് യേശു നടക്കുന്നു പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയില്ല. അപ്പോൾ യേശു പറഞ്ഞ വാഗ്ദത്തം നമുക്കറിയാം. അതിനുശേഷം മറിയയും ചെന്നു. ഇവിടെ നാം കാണുന്നത് എന്താണ്? മരണത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന മഹത്വം എന്താണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചുരുക്കമായി പറയട്ടെ. ഒന്നാമതായിട്ട് നാം 27, 28 വാക്യങ്ങൾ വായിക്കും, 25, 26 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള ആ വാഗ്ദത്തം, ദ ഗ്ലോറിയസ് പ്രോമിസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ മഹത്വരമായ ഒരു വാഗ്ദത്തമാണ് നമുക്ക് മരണത്തിൻ്റെ മധ്യത്തിൽ പ്രത്യാശ. എന്താണ്? യേശു ക്രിസ്തുവിൽ മരിക്കുന്ന എല്ലാവരും ജീവിക്കും എന്നുള്ളതാണ്. മരിച്ചാലും ജീവിക്കുന്ന ഒരു അനുഭവം, മരണം അന്ത്യമല്ല എന്നുള്ളതാണ്. ആലീസിനെ സംബന്ധിച്ചിടത്തോളം ആലീസ് ക്രിസ്തുവിൽ വിശ്വസിച്ചു. ആ സക്രമന്തെല്ലാം മുടങ്ങാതെ കൈക്കൊണ്ടു. അതിനേക്കാളുപരിയായി പ്രാർത്ഥനാ ജീവിതം നയിച്ചു, വിശ്വാസ ജീവിതം നയിച്ചു, തലമുറയും വിശ്വാസത്തിലേക്ക് വളർത്തി. ഈ മകൾ അല്ലെങ്കിൽ ഈ സഹോദരി അതുകൊണ്ട് നിശ്ചയമായും കർത്താവിൻ്റെ വാഗ്ദത്തം ഇവർക്കുണ്ട്. അതെന്തെന്നാൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്, ജീവിക്കും എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിലായിരുന്നു മരിച്ചാൽ പുനരുത്ഥാനം ചെയ്യും. പുനരുത്ഥാനം ചെയ്യുമ്പോഴേ ഇനി നമുക്ക് നമ്മുടെ ഈ സഹോദരിയെ
മുഖാമുഖമായി കാണുവാൻ കഴിയുള്ളൂ. യഥാർത്ഥമായി രൂപാന്തരപ്പെടുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നാം ആ കുഴിയിൽ പ്രത്യാശയോടുകൂടി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ നാം ഇന്ന് കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് ആർക്കും നിശ്ചയമില്ല. എന്നാൽ ഒരു കാര്യത്തിൽ നമുക്ക് നിശ്ചയമുണ്ട്. അതെന്തെന്നാൽ വിശ്വാസി ശവക്കുഴിയിൽ നിദ്ര പ്രാപിച്ചാൽ സർവശക്തിയുള്ള ദൈവമേ, ആത്മാക്കൾ അങ്ങയോടുകൂടെ വസിക്കുകയും വിശ്വാസമാക്കൾ ശരീരത്തിന്റെ ഭാരത നീക്കപ്പെട്ട ശേഷം നിങ്ങളോടുകൂടെ ആനന്ദത്തിലും ഭാരതത്തിലേക്കും ചെയ്യുന്നു. ഞങ്ങളുടെ സഹോദരി പാർവദർശനങ്ങൾ അങ്ങേക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നുണ്ട്. ഞങ്ങളെ പൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തിൽ മരിച്ചവരോട് എല്ലാവരോടുകൂടെ ആത്മാവിലും ശരീരത്തിലും അങ്ങയുടെ നിത്യബോധത്തിൽ സർവസമൂഹതയും മോക്ഷവും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് തിരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തിരിച്ച് അവിടുത്തെ രാജ്യത്തിലെ ഞങ്ങളുടെ ഭാവമായ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, പുനരുദ്ധാനം ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നവർ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയുള്ളൂ. അവനിൽ ഉറങ്ങുന്നവയെക്കുറിച്ച് പ്രത്യാശയില്ലാത്ത മനുഷ്യരെപ്പോലെ ദുഃഖിക്കരുത്. അവന്റെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിനെക്കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. പിതാവേ, ഞങ്ങൾ ഈ ആയുസ്സിനെ വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ഈ പ്രിയ സഹോദരി അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആശയുള്ള പ്രകാരം സ്വസ്ഥത അനുഭവിക്കുമാറാകേണ്ടത് അന്ത്യദിവസത്തിലെ പൊതുവുള്ള പുനരുദ്ധാനത്തെയും ഞങ്ങളിൽ മുമ്പാകെ പ്രിയമുള്ളവരായ കാണപ്പെടുമാറാകേണ്ടത് അത് നിന്നെ ഇഷ്ടപുത്രനെ സ്നേഹിച്ച് ഭയപ്പെടുന്നവരെല്ലാവരോടും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരും. ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്നത് ചെയ്യുന്ന അനുഗ്രഹം ഞങ്ങൾക്കും ലഭിക്കുമാറാകേണ്ടതിനും പാപമരണത്തിൽ നിന്ന് നീ ജീവനിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യസ്ഥ രക്ഷിതാവുമായ യേശു മിശിഹാ ഇതിനെ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ നമ്മുടെ പകരോ നാം വഴിയെന്നവരോർക്കുന്നു. മനുഷ്യന്റെ ആയുഷ്പുല്ല് പോലെയാകുന്നു. വയലിലെ പൂ പോലെ പോകുന്നു. കാറ്റിന്മേലടിക്കുന്നതില്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയിക്കുകയില്ല. യഹോവയുടെ ദേവനെ മാത്രം
അവന്റെ നീതി മക്കളുടെ മകൾക്കും ഉണ്ടാകും. ആശീർവാദം നിത്യനും അവർക്ക് രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തി ജീവിതാവസാനങ്ങളെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ദേവാലയത്തിലെ ശുശ്രൂഷകളെ സമാപിക്കുകയാണ്. കുർബാനകൾക്ക് ചുമതല നൽകുകയും പ്രിയവാളാവിന്റെ പ്രതിഷേധമുള്ള സെമിത്തേരിയിലേക്ക് പുറപ്പെടുന്നതാണ്. ഗായകശ്വാസഗാനം അവതരിക്കുന്നു. സെമിത്തേരിയിലേക്ക് ശുശ്രൂഷയ്ക്കായി പ്രിയ ആന്റിയുടെ പ്രതിഷേധം കൊണ്ടുപോകുന്നു. ും
കുറച്ചുകൂടി അടുത്തേക്കാണ് വെയിലത്ത് നിൽക്കാതെ കുടുംബാംഗങ്ങൾക്ക് അകത്ത് കയറിയിരിക്കാം. അവിടെ നിൽക്കേണ്ട അധികം കൃത്യമായ വെയിലായിട്ട് അത്തേക്ക് എല്ലാവരും ഇരിക്കുക. വന്നോ സ്ത്രീയെ പ്രസവിച്ച മനുഷ്യന് ജീവിച്ചിരിക്കുവാനുള്ള കാലം അല്പവും അക്ഷോണ്ട് പറഞ്ഞുമാകുന്നു. അവൻ പോകാനുണ്ടായി പൊഴിഞ്ഞു പോകുന്നു. ഒരു നിഴൽ പോലെ ഓടിപ്പോകുന്നു. ഒരു സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നതുമില്ല. എങ്കിലും മഹാപരിശുദ്ധ ദൈവമാണ് കർത്താവേ, മഹാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധ മഹാകരുണയുള്ള രക്ഷിതാവേ, നിത്യമരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുത്. ശവക്കല്ലറിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തൻ്റെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കടക്കായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തുവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്നതിൽ നിന്റെ ദാസി സ്വസ്ഥ അനുഭവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രകാരം ഈ ശവക്കുഴി നിന്റെ ദാസിയുടെ ശരീരത്തിന് ഒരു വിശ്രമ സ്ഥലമായി തീരുവാൻ കൃപയറിയണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. Yeah.
സൈഡ് വെച്ചോ പിന്നെ സൈഡ് വെച്ചോ. മരിച്ചുപോയ നമ്മുടെ പ്രിയ ദാസ്യയുടെ ആത്മാവിനെ തൻ്റെ അടുക്കളയിൽ കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തൻ്റെ മഹാകരുണ കൊണ്ട് ഇഷ്ടം തോന്നിയിരിക്കിയാൽ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ദാക്ഷിയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഭർത്താവായ യേശു മിശിഹ മൂലം നിത്യജീവങ്ങളിലേക്ക് ഉയർത്തുന്നേൽക്കുള്ള നിശ്ചയം ഉറപ്പുള്ള പ്രത്യാശയോടുകൂടി നാം ഈ ദാസിയുടെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാർച്ചാരമായി ഒഴിക്ക് വഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്നവരന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നം വിശ്രമിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. സർവശക്തിയുള്ള കർത്താവുമായ യേശു മിശിഹായുടെ ജ്ഞാനശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. വിനയമായും കൂടാതെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിട്ടുള്ള പറഞ്ഞു തരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾ സകല സുഹൃതവും ദൈവഭക്തിയുള്ള നടപ്പിൽ നിന്റെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗമിക്കേണ്ടതിന് കർത്താവായ യേശു മിശിഹാ മൂലം കൃപ നൽകണമേ. സർവ്വലോകത്തിൻ്റെയും ആവശ്യങ്ങളെ നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും, പിടിഞ്ഞിരിക്കുന്നിടത്ത് ക്ഷമയും, ആസ്യമില്ലാതിരിക്കുന്നിടത്ത് വിശ്വാസവും, ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശയും, അന്ധകാതിരിക്കുന്നവർക്ക് പ്രകാശവും നൽകണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും കൈക്കൊള്ളുക. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവായ യേശു മിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവായ യേശു മിശിഹായുടെ ശക്തി നിങ്ങളെ അവൻ്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ കർത്താവായ യേശു മിശിഹായുടെ സമാധാനം പ്രിയമുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളിലും നനവുകളിലും നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും പ്രിയമുള്ളവരെ നിങ്ങളെവരോടും ദൂരസ്ഥരും സമീപസ്ഥരുമായ നിങ്ങളുടെ പ്രിയമുള്ള ഏവരോടും കൂടി ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഭവനത്തിൽ വെച്ച് ആശ്വാസദായ പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരെയും അതിലേക്ക് കൃത്യമായി ക്ഷണിക്കുന്നു.
സെമിത്തേരിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയതായ അഭിയന്ന ഫ്രാൻസ് തിരുമേനിയോടും അഭിയന്നായിരിക്കുന്ന ഗജിദാനി തിരുമേനോടും കൊച്ചുമാരോടും വന്നിരായ വലിയ ശ്രേഷ്ഠരോടും സഭാ ശുശ്രൂഷകരോടും മറ്റ് പ്രിയപ്പെട്ടവരോടും മറ്റ് വിവിധ ഇടകളിൽ നിന്ന് കടന്നു വന്ന വരിക്കാനിക്കൽ കുടുംബത്തിൽ നിന്നും കൊച്ചുവേങ്ങാപ്പാറ കുടുംബത്തിൽ നിന്നൊക്കെ ഇവിടെ കടന്നു വന്നായ എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. കുടുംബാംഗങ്ങളുടെ പേര് സ്നേഹസൽക്കാർ റിഫ്രഷ്മെൻറ്റ് ദേവാലയ പരിസരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൂടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആലീസിലൂടെ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനുമായി നമുക്ക് ഒരു നിമിഷം മൗനമായി സ്തോത്രം ചെയ്യാം. വേർപാടിൻ്റെ ദുഃഖത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശേഷം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്ന എല്ലാവരെയും ദൈവം തൻ്റെ കരുണയാൽ കാത്തു പരിപാലിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നാം സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എന്റെ താതൻ രാജേ. ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ. അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോൾ. കാണാമെനിക്കെന്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ.
കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടണം. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. പരിപാലനമായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിപാലനത്തിന്റെ കീഴിൽ നാളിതുവരെ ജീവിക്കാൻ ഞങ്ങളെ സഹായിച്ചു ഓർത്ത് സ്തോത്രം. എന്നാൽ കർത്താവെ, ഈ ലോകം ശാശ്വതമല്ല എന്നുള്ളത് ഞങ്ങളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഈ ഭവനത്തിൽ നിന്നും നിത്യതയിലേക്ക് എടുക്കപ്പെട്ട അങ്ങയുടെ മകൾക്കായി സ്തോത്രം കർത്താവെ. ഈ ലോകത്തിൽ ജീവിക്കാൻ കൊടുത്ത സമയം അതിശ്രേഷ്ഠമായ വിധത്തിൽ ഉപയോഗിച്ച് അനേകർക്ക് അനുഗ്രഹവും തിരുനാമത്തിനും മഹത്വകരവുമായി അവിടെ ഉപയോഗിച്ച് ഓർക്കുന്നു. അങ്ങയുടെ സ്തോത്രം കർത്താവേ. നിത്യതയിൽ അങ്ങയുടെ മകൾ കോടാനുകോടി ദൂതന്മാരോട് ഒരുമിച്ച് ഇപ്പോൾ സന്തോഷിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് കൊടുക്കുന്ന ശുശ്രൂഷ അവിടെയും ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളെ കൂടുതലായി ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിനയവും ഭക്തിയും ഭയവും സുബോധമുള്ളവരാക്കി വളർത്തിക്കൊള്ളണമേ. ലോകത്തിന് ഉപ്പും ഭൂമിക്ക് ഉപ്പും ലോകത്തിന് വെളിച്ചവുമായി ഞങ്ങൾ എപ്പോഴും ആയിരിക്കാൻ സഹായിക്കണമേ. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വെറുതെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഇത് നാം മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ഈ ഭവനത്തെ അനുഗ്രഹിക്കണമേ. രാവും പകലും ഇതിനുള്ളിൽ അങ്ങയുടെ പ്രത്യേക സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വേർപാട് ദുഃഖം അനുഭവിക്കുന്ന പ്രിയ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൂടെ ഇരിക്കണമേ. ആരെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയാലും മാറ്റമില്ലാത്തൊരു ദൈവം ജീവിക്കുന്നവർക്ക് സ്തോത്രം. അത് അങ്ങയുടെ മകൻ കൂടുതലായി അനുഭവിക്കാൻ, മക്കളത് അനുഭവിക്കാൻ, മരുമക്കളോ കൊച്ചുമക്കളൊക്കെ അത് അനുഭവിക്കാൻ ഇടയാക്കണമേ. തിരുമേനിക്ക് കുടുംബത്തിനും സഹോദരനും കുടുംബത്തിനും സഹോദരിക്കും കുടുംബത്തിനും ഒക്കെ അത് അനുഭവമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ നന്മകളാൽ നിറയ്ക്കണമേ. ഞങ്ങൾ അല്പസമയം തിരുസന്നിധിയിലിരിക്കട്ടെ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം ആലപിക്കുക. വിശ്വാസ ജീവിത പടവിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ എന്നുള്ള കൂട്ടായ്മ ഗാനം. വിശ്വാസ ജീവിത പടവിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. ആലകൾ പാടകിൽ പാടിച്ചെന്നാൽ അല്ലലോരൽപ്പവുമില്ലെനിക്ക്. ആലകൾ പാടകിൽ പാടിച്ചെന്നാൽ അല്ലലോരൽപ്പവുമില്ലെനിക്ക്. നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും മൊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. വിശ്വാസ ജീവിത പടകിൽ ഞാൻ, സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകൻ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. പരീക്ഷകൾ വേദനകൾ
സങ്കീർത്തനം നമുക്ക് ഒരുമിച്ച് പറയാം. പ്രാർത്ഥനയ്ക്കായ സമയം നമുക്ക് സ്ഥാനങ്ങളിലിരിക്കാം. പ്രിയമുള്ളവരെ, സഭയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണല്ലോ നമ്മൾ സഭയായിട്ട് നിർവഹിക്കുന്നത്. വിശേഷിച്ച് വേർപാടിന് വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരുക എന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. കർത്താവ് ലാസറിന്റെ കല്ലറയിൽ കണ്ണീർ വാർത്തു എന്ന് നമ്മൾ കേൾക്കുകയുണ്ടായല്ലോ. വചനത്തോട് നമ്മൾ വായിക്കുന്നുവല്ലോ. വേദനിക്കുന്നവരോട് വേദനിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും ആശ്വാസ വാക്കുകളൊക്കെയാണ് വേർപാടിന്റെ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിന് നിദാനമായി തീരുന്നത്. മാനുഷികമായ എത്രമാത്രം ആശ്വാസം എന്ന് പറഞ്ഞാൽ
യഥാർത്ഥ ആശ്വാസം പ്രാപിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ കർത്താവ് യഥാർത്ഥമായ ആശ്വാസം നൽകിയാൽ മാത്രമാണ് യഥാർത്ഥ സമാധാനവും സൗഖ്യവും ആശ്വാസം പ്രാപിക്കാൻ സാധിക്കുന്നത്. ഈ ഭവനത്തിലെ പ്രിയ ആന്റിക്ക് വളരെ അർത്ഥവത്തായ ഒരു യാത്രയയപ്പ് നൽകുവാൻ പ്രിയദാസിയുടെ ജീവിതം പോലെ തന്നെ വളരെ അനുഗ്രഹകരമായ ഒരു യാത്രയയപ്പ് നൽകുവാനായിട്ട് കുടുംബാംഗങ്ങളെയും സഭയെയും ഒക്കെ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് നമുക്ക് ലഭിച്ച എല്ലാ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ നിർവഹിക്കാനായിട്ട് നമ്മെ ദൈവം തമ്പുരാൻ പ്രാപ്തിപ്പെടുത്തുമല്ലോ. മാനുഷ്യമായ പരിമിതികൾക്കപ്പുറമായ കർത്താവ് പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യാം. പ്രിയദാസി ആതിരാലയത്തിലായിരുന്ന സമയം മുതൽ ഈ സമയം വരെയും ധാരാളം പേരുടെ സാന്നിധ്യവും സാമീപ്യവും പ്രാർത്ഥനകളും ആലോചനകളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് വാത്സല്യ കുടുംബത്തിൽ ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കാം. ഇന്നത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞ വിവിധ സ്ഥാനങ്ങളിലേക്ക് ഭവനങ്ങളിലേക്കൊക്കെ പടക്കയാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്രയ്ക്കായി ഒരുങ്ങുന്നവരെ കർത്താവിനെ കഞ്ഞി സമർപ്പിക്കാം. കർത്താവ് പറഞ്ഞുവല്ലോ, ഞാൻ ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. ഞാൻ നല്ല ഇടയിലാവുന്നു, നല്ല ഇടയിൽ ആരെങ്കിലും വേണ്ടി വേർപാടാണല്ലോ വേദനകളൊക്കെ വരുമ്പോൾ നന്നായി വരുമ്പോൾ ഭാവിന്റെ മാറോട് ചേർന്ന് ആശ്വാസം പ്രാപിക്കാൻ ദൈവത്തെ സഹായിക്കുന്നതെന്ന് മഹാടിയിൽ നിന്ന് ഇവിടെ വന്ന ഈ പ്രാർത്ഥനയിൽ സഹകരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യും. ജോസഫിനെയും രവിഹാവലത്തിനെയും ആൽബിനച്ചനെയും സാറിനെയും അതുപോലെ തന്നെ നമ്മുടെ അൽമായ സെക്രട്ടറിയെയും അതായത് എല്ലാ ദൈവങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാത്ര ചെയ്ത് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാൻ കർത്താവരെയും ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്ത സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ദോഷബോധത്തിൽ മനോഹരമാകുന്നു. അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഈ വാത്സല്യ കൊച്ചുവേങ്ങപ്പാറയിൽ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വരിക്കാനിക്കൽ കുടുംബാംഗങ്ങൾക്കായി ചുറ്റുപാടും ഒക്കെയുള്ള ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയും തിരുമേനിയുടെ ഭവനവും ചേർന്ന് വരിക്കാനിക്കൽ കുടുംബം പല കുടുംബങ്ങളെയും ഭവനത്തോട് ചേർത്ത് താമസിക്കുന്നുവല്ലോ. ഇവിടെ വന്ന് താമസം ആരംഭിച്ച അന്ന് മുതൽ ദൈവത്തിൻ്റെ വലിയ അവർക്ക് കൃപയാലും കരുണയാലും പ്രിയമങ്ങളെ അത്ഭുതമായി പരിപാലിച്ചു. അവർ അതിരുകളെ വിശാലമാക്കി കുട്ടികളെ ദൈവം വരെ മാറ്റിയടിച്ചു. ദൈവം വരെ വളരെ വിശ്വസ്തയോടുകൂടെ ഈ വാത്സല്യ കുടുംബത്തിൻ്റെ പ്രയാണത്തിൽ കൂടെ ഇരുന്ന് നടത്തി. ഈ ഭവനത്തിൻ്റെ ചരിത്രം സഭയുടെ ചരിത്രമാണ്. അതുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ വ്യാപാരി വേദനയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ കുടുംബാംഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആരെങ്കിലും ഒരാൾ ഈ വാത്സല്യ കുടുംബത്തിന് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ വിനയോട് അഭ്യർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായി വിഷയത്തിന് വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞ സമർപ്പിച്ച എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം എന്നുള്ളൊരു വാഗ്ദത്തം എന്നുള്ളൊരു വാഗ്ദത്തം പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, കർത്താവേ, ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട പകൽ സമയം മധ്യാഹ്ന സമയത്ത് ഞങ്ങളെ പ്രിയപ്പെട്ട ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കർത്താവെ, ഈ ഒരു പ്രിയ ഭവനത്തിൽ നിന്ന്
കർത്താവെ വാത്സല്യ മാതാവെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കർത്താവെ അങ്ങ് ചേർത്തുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഈ പ്രിയ മാതാവ് അങ്ങിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു ജീവിതയാത്രയിൽ കർത്താവെ പ്രിയ മാതാവിനെ ഈ ഭവനത്തിൽ ജനിക്കുവാൻ, കർത്താവെ വളരുവാൻ, ജീവിക്കുവാൻ പലവിധമാകുന്ന വ്യത്യസ്തമാകുന്ന വേഷങ്ങൾ ജീവിതത്തിൽ ആയിരിക്കുവാൻ കർത്താവെ ഒരു മകളായി, ഒരു ഭാര്യയായി, ഒരു മാതാവായി, ഒരു സഹോദരിയായി, കർത്താവെ അനേകർക്ക് ഒരു സുഹൃത്തായി, ഒരു സഹായമായി, കർത്താവെ എല്ലാവർക്കും എല്ലാമായി ഈ ഭൂമിയിലായിരിക്കുവാൻ തക്കവണ്ണം നിൻ്റെ മകളുടെ ജീവിതത്തെ കർത്താവെ ദാനമായി നൽകിയതോർത്ത് നിൻ്റെ മകളുടെ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഇത്രത്തോളം നിൻ്റെ മകളുടെ ജീവിതത്തിൽ നീ അവരുടെ കൂടെ ഇരുന്ന് വഴി നടത്തി അങ്ങയുടെ ഉചിതമായ സമയത്ത് അങ്ങ് നിൻ്റെ മകളെ ചേർത്ത് കൊള്ളുവാൻ തീരുമാനിച്ചപ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വെച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ ഈ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരടക്ക ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കുവാൻ കർത്താവെ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഈ ഭവനത്തിലായിരിക്കുന്ന എൻ്റെ മകളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഈ ഭവനത്തിലെ പിതാവ് മോൻചൻ എന്ന അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത്രത്തോളം നിൻ്റെ മകളോടൊപ്പം ഒരുമിച്ച് ജീവിക്കുവാൻ നീ സഹായിച്ചു. കർത്താവെ ഇതൊക്കെയും താങ്ങുവാനും സഹിക്കുവാനും പ്രത്യാശയോടുകൂടി ആയിരിക്കാനും പിതാവിനെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാനമായി കൊടുത്തിരിക്കുന്ന 2 മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ 2 പേരെയും പ്രത്യേകാൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ ഈ ഒരു സന്ദർഭത്തിൽ ഇത് ഉൾക്കൊള്ളുവാനും കർത്താവെ ഈ ജീവിത യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുവാനും കർത്താവെ നിൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ ഒരു വലിയ പ്രത്യാശ, ധൈര്യം, ശക്തി നീ അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രത്യേകാൽ അപേക്ഷിക്കുകയാണ്. കർത്താവെ മരുമക്കളായി, കൊച്ചുമക്കളായി, കർത്താവെ ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ, വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും വിശേഷിച്ച് കർത്താവെ സഹോദരങ്ങളായി, മാതാവിൻ്റെ സഹോദരങ്ങളായി ഏറ്റവും വിശിഷ്ടനായി ഞങ്ങളോടൊപ്പമുള്ള തിരുമനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ബിഷപ്പ് ഇൻചാർജായിരിക്കുന്ന അഭിമന്യ ഫ്രാൻസിസ് തിരുമേനിക്കായി അപേക്ഷിക്കുന്നു. കർത്താവെ ഈ ഒരു സന്ദർഭത്തിൽ എൻ്റെ മകനെയും ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിഷപ്പ് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാതാവിൻ്റെ മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഈ ഭവനത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രത്യാശയോടുകൂടി ആയിരിക്കാൻ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഈ ഭവനത്തിൽ ആശ്വസിപ്പിക്കുവാനായിട്ട് കൈത്താങ്ങ് നൽകുവാനായിട്ട് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ ദൂരത്തിൽ നിന്ന് ഞങ്ങൾക്കും വന്നു ചെയ്യുവാനായിട്ട് നീ സഹായിച്ചുവല്ലോ, നന്ദി പറയുന്നു. കർത്താവെ ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതയാത്രകളിലും കർത്താവെ നീ അവിടുത്തെ സഹായിക്കുമാറാകണമെന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന പുലയോട് കേട്ടിട്ടുണ്ടെന്നാണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം രാജ്യം വരണമേ, ആഹാരം രാജ്യശക്തിയും ഭർത്താവായ ശംശാല കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടാനും നമ്മുടെ നാമോർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും പ്രത്യേകിച്ച് മാറ്റോട് പാർക്കുന്നു. ഈ ശേഷം തിരികെ യാത്ര ചെയ്യുന്ന നമ്മൾ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പേരുടെ കൊണ്ടുള്ള ജീവിതയാത്രയിൽ എല്ലാവരും വനിയോടും അവരുടെ സിസ്റ്ററിനോടും മറ്റ് കുടുംബാംഗങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ സാറ് നമ്മൾ വന്നിട്ടുണ്ട്. നേരത്തെ പിന്നെ ഇടുക്കി SB ജിയൊക്കെയാണ് സേവനം ചെയ്ത പ്രിയ സാറുണ്ട്. ജിമ്മയുടെ ആലയം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വളരെ അനുഗ്രഹമാണ്. മറ്റ് ബഹുമാനായ ധാരാളം പേര്
മെക്കാനിക്കൽ വർക്കുകളുമായി ബന്ധപ്പെട്ട കാരണങ്ങളുടെ പ്രിയ സാറും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരോടും നന്ദി സ്നേഹിച്ച് ഞാൻ വളരെ സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ കൊല്ലമട്ടാരക്കര ഓഫീസേഴ്സായിട്ട് ഒന്നായ പ്രിയപ്പെട്ട പ്രധാനായ വളരെ വലിയ സമയം ഒരു ദിവസം ഇങ്ങനെ മാറ്റിവെച്ചു. ദീർഘദൂരം യാത്ര ചെയ്ത് ായുള്ള സ്നേഹബന്ധത്തിന്റെ ഭാഗമായി ഈശ്വര മഹാദേവിലുള്ള ആ വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നത്. എല്ലാവരും ഞങ്ങളെ എൻ്റെ ബഹുമാനത്തിൻ്റെ സുഹൃത്തായിരിക്കുന്ന ഹസ്ബൻഡിനോടും മറ്റ് എല്ലാ പ്രിയപ്പെട്ട വൈദ്യരോടും പ്രിയപാഠത്തോടും ഒക്കെയുള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. സാധാരണ ഒരു പ്രതിദിനം ചെറിയ സ്നേഹം എല്ലാവരും ഒക്കെ ഇന്നലെ വർഷീകരാണല്ലോ, സ്നേഹത്തൊക്കെ പങ്കു വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അത് എല്ലാവരും അതിൽ പങ്കെടുക്കുക. തീർച്ചയായും ഇതിന് ശേഷം പലരും മടങ്ങിപ്പോകുന്നുണ്ട്. എല്ലാവർക്കും വളരെ അനുഗ്രഹകരമായ ഒരു എല്ലാ ട്രാവലിംഗ് മേഴ്സസും ഞാൻ വിനിയോഗം ആശംസിക്കാം. ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും ചെയ്യുന്നവരാണ് അനുകൂലമായി നിങ്ങളുടെ യാത്രയിലേക്ക് പരിപാലിക്കട്ടെ എന്നൊക്കെ തുടർന്നും എല്ലാവരെയും പ്രാർത്ഥനയിൽ ഈ വാത്സല്യ കുടുംബത്തെ ഉറക്കമേ നമുക്ക് തിരക്കുള്ള ജീവിതമാണ്. ഒന്നും നമുക്ക് സന്ദർശിക്കാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ആധുനിക സംവിധാനങ്ങൾ മുതൽ ഫോൺ കോളിലൂടെ ചിലപ്പോൾ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന വലിയൊരു ആശ്വാസം പകരുകയാണ്, സംശയമില്ല. സമയമുണ്ടെങ്കിൽ ഒന്ന് ഇടയ്ക്കൊക്കെ വിളിച്ച് ബാധിക്കുമല്ലോ എന്നൊരു അന്വേഷണം നടത്തുന്നത് തീർച്ചയായും വലിയ അനുഗ്രഹമാണ്. അതിന് സമ്മൻസ് ഉണ്ടാകണമേ എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രാവശ്യം നന്ദി.